ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു ഡേറ്റിന് പോവാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? പരപ്പനങ്ങാടിക്കാണ് നമ്മൾ പോണത്. അപ്പം നമ്മുടെ ഫ്രണ്ടിനെ കാണണം, പിന്നെ ഞങ്ങളൊന്ന് കറങ്ങാം, പിന്നെ നമ്മൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കാം. അതിനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മളിങ്ങനെ പോണത്. ബസ് കാത്തിരിക്കുന്ന ഞാനും എൻ്റെ അമ്മയും. ഇവിടുന്ന് ഒറ്റ ബസ്സില്ല പരപ്പനങ്ങാടിക്ക്. അവിടുന്ന് അങ്ങോട്ട് വേറെ ബസ് ഡയറക്റ്റ് ഉണ്ടോ പരപ്പനങ്ങാടിക്ക്? ഇവിടുന്ന് എട്രിക്കോട് പോകണം, എട്രിക്കോട് നിന്ന് പിന്നെ പരപ്പനങ്ങാടിക്ക് പോകണം. അല്ല, ചിലപ്പോൾ പരപ്പനങ്ങാടി ബസ് കിട്ടും, അല്ലെങ്കിൽ ചെമ്മാട് ബസ് കിട്ടും. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ഗൈസ്. ബട്ട് എന്നെ ഏതൊക്കെ ഒരു ഗാർഡനിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഇനി അവിടെ എത്തിയിട്ട് മഴ പെയ്തു, നമുക്ക് നാളെ പോവാം, പിന്നെ ഒരു ദിവസം പോവും, എനിക്ക് വയ്യ. നമ്മുടെ സ്ഥിര ഏർപ്പാടാണ്. ചിരിക്കണമൊക്കെ എപ്പോഴും ഉള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എട്രിക്കോട് എത്തി. ഇനി ഇവിടുന്ന് പരപ്പനങ്ങാടി ബസ് കയറണം. ഇല്ല, കാണും ടിപ്പിക്കലുണ്ട്. അമ്മയാണ്. അമ്മയ്ക്ക് ഈ പേഴ്സിൽ പൈസ വയ്ക്കാൻ മടിയായിട്ട് ഫോൺ കവറിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അടിച്ചു പോകും ഗൈസ്. അപ്പം ആസ് ഐ സെഡ് ബിഫോർ, എനിക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള മടി കാരണം ബസ് കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു വലിയൊരു കവറിൻ്റെ കയ്യിൽ വന്നിട്ട് പിടിക്കാനും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഈ കുട്ടികൾ ഞാൻ സംസാരിക്കണ കണ്ടിട്ട് ഇങ്ങനെ നോക്കാം, ഇനി വട്ടാണോ എന്ന് വിചാരിച്ചു. എന്താ ചെയ്യുക? അപ്പം നമ്മളിപ്പോൾ ചെമ്മാടെത്തി. നമുക്ക് പരപ്പനങ്ങാടി ബസ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്താം. അപ്പോൾ നമ്മളിപ്പോൾ ചെമ്മാടാണുള്ളത്. നല്ല തിരക്കേനു. ഒന്ന് മരിക്ക് സീറ്റ് കിട്ടിയത് കക്കാടൊക്കെ എത്തിയപ്പോഴാണ്. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു സീറ്റ് കയറിയിരുന്നു, കാരണം നമ്മളൊക്കെ സൈഡ് സീറ്റ് വീക്ക്നെസ് ആണല്ലോ. സോ നീ അവിടെ എത്തിയിട്ടാണ് ചെമ്മാട് സ്റ്റാൻഡിലുള്ളത്. ഇവിടെ മിനി മിഠായി തരമൊക്കെ ഉണ്ട്. അവർക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 2-3 വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതിൽ കണ്ടിട്ടില്ല. മിനി മിഠായി തരും എന്താണെന്നൊന്നും അറിയണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോകണതായിരിക്കും. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി എത്തി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ കാണുന്നുണ്ട്. ഇതിനെന്താ പറയുക? അണ്ടർപാത്ത്. റെയിൽവേൻ്റെ അടിയിൽ കൂടെ. റെയിൽവേൻ്റെ അടിയിൽ കൂടെയുള്ള റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോണത്. സബ്വേ എന്നല്ലേ പറയാം, എന്തൊക്കെയാ പറയും. അപ്പം ഞാനും അമ്മയും കൂടി പോവാണ്. ആൻഡ് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുകയാണെങ്കിൽ അമ്മ കവർ പിടിച്ചോളും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യാത്ര മൊത്തം ഞാൻ വീഡിയോ എടുക്കും. സുഖമാണ്. ഇതാണ് ഗൈസ് 10. നല്ല രസം. വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ നടക്കുമ്പോൾ തന്നെ ട്രെയിൻ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴും. നല്ല രസം. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഭൂമിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല, പക്ഷെ തണുപ്പുണ്ട്. പക്ഷെ ഒരു പേടിയില്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ പേടിയാവും. കാരണം എങ്ങാനും പൊട്ടി വീണാലോ എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. നമ്മളൊക്കെ കാണണ്ടാവുമായിരിക്കും അല്ലേ? ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട്. കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു ബസ്സും കൂടി കയറണം ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ. എപ്പോഴും നമ്മൾ മറ്റേ മനസ്സ് ശാന്താക്കാൻ പോകാൻ ഇതവിടുന്ന് ഇത് കൊടുത്ത് കൈ ഫ്രീ ഇത് കൊടുക്കൂല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ കവർ കേട്ടോ. വല്ലാത്തൊരു കവറാണത്. ഒരു മിഠായി തെരുവ് ഫീല് തോന്നുക. കുറേ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കടകളുണ്ട് ഇവിടെ. മാർക്കറ്റ് അനുഭൂതി. പൊതുവെ ഇങ്ങനെ ഒരേ നിരപ്പിൽ അങ്ങനെ കടകള്. വേറെ എവിടെയാണല്ലേ? ഇങ്ങനെ തിരൂരുണ്ട് അല്ലേ? ഈ 2 റെയിൽവേക്ക് കാണിക്കാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമുള്ളൊരു സംഭവമുണ്ട്. ഇത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഇതുണ്ട് കേട്ടോ, മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ കേട്ടോ.
ഇത് അമ്മയുടെ ഫ്രണ്ടാണ്. അതിലൊരേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. ഒരു അടുത്ത കല്യാണം കഴിഞ്ഞത്. ഇന്ന് അമ്മയുടെ ഫ്രണ്ടിൻ്റെ അമ്മ. ഹായ് ഹായ് പറഞ്ഞോളൂ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ കുറേ നേരമായി ഇവിടെ വന്നിട്ട്. നല്ല രസമാണ്. ഇപ്പോൾ നല്ല അടിപൊളി വീടൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇൻസി ഗാർഡനിലേക്കാണ്. ഞാൻ ആ സംഭവം വരെ കണ്ടിട്ടില്ല. അവർ പണ്ടെപ്പോഴോ പോയതാണ്. ആ ഒരു ഇതിലാണ് പോണത്. അറിയില്ല എന്താണെന്ന്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇവിടെ കുറേ മീനുകളുണ്ട്. അപ്പം അതിനെങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ. എനിക്ക് ബുദ്ധന്മാരെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കണ്ട് ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ട്. ഇതിനെന്താ ഹാർബർ എന്നാ പറയാ? ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹാർബറിലാണ്. പരപ്പനങ്ങാടി ഹാർബറിലാണ്. ആസ് എ വെജിറ്റേറിയൻ നല്ല രസമുള്ള സുഗന്ധമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടുത്തെ മണം. മീനിൻ്റെ മണം നല്ല രസമുണ്ട്. കടല് കടലൊരു ഒബ്സഷനാണ്. ആദ്യമായിട്ടൊന്നല്ല കാണുന്നത്. പക്ഷെ കടൽ എപ്പോഴെപ്പോൾ കണ്ടാലും ഇങ്ങനെ നോക്കിയിരിക്കും എപ്പോഴും. ബ്ലോക്കാണോ? ഇവിടെ കുറെ പഴയ ബിൽഡിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ. ഗൈസ് കൊള്ളാം. ഇവിടെ റോഡ് മുറിഞ്ഞു പോയി. റോഡ് എവിടെ? ഈ വഴി നടക്കാനുള്ള നല്ല രസമുണ്ട്. നല്ല കടലിന്റെ മണം, നല്ല മീനിന്റെ മണമൊക്കെ ഉണ്ട്. ഫോട്ടോ എടുത്തു. യു ആർ പ്രിറ്റി ഗുഡ്. ഈ NC ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം അവിടെയാണ് കേട്ടോ. ആ തെങ്ങ് കാണുന്നതാണ് NC ഗാർഡൻ. ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ്. തിര വന്നിട്ട് മുറിഞ്ഞു പോയത് അത്രേ. ക്യാമറ കാണാം. വേറെ അറിയില്ല. ഞങ്ങളെ വീഡിയോ എടുക്കട്ടെ, യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കട്ടെ. യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കട്ടെ. ഇതൊക്കെ നിങ്ങളെ പോട്ടാ? എന്താ പേര്? രണ്ട് ഹംസമാരെ നമുക്ക് കണ്ടുപിട്ടിട്ടുണ്ട്. കാണി എന്താ ഇത്? ചോദ്യം വായിക്കുന്ന് പറയണേക്കാളെ. നമ്മൾ അവിടെയുള്ള ഹംസമാരെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തു. നമുക്ക് ഇവിടെ കടൽ തീരത്ത് നമുക്കൊരു പിടിപാട് വേണമല്ലോ. എല്ലായിടത്തും ഒരു പിടിപാട് വേണം. ഈശ്വര, 2 തലകളല്ലത്. അയ്യോ ഗൈസ്, ആ 2 ഉണ്ടകൾ 2 തലകളാണ്. ഇവരെന്ത് ധൈര്യത്തിലാണ് പോണേ.
MC ഗാർഡൻ അത് തന്നെയാണ് കേട്ടോ. അതിലൊന്ന് പോയിട്ട് കണ്ടു പോവാട്ടോ. അങ്ങോട്ട് പോവാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ചതിക്കൂ. ഇതിനെ വിശ്വസിച്ചിട്ട് സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം കോഴിക്കോട് ഒരു ഫംഗ്ഷന് പോയി ഞങ്ങൾ, ഞാനും അമ്മയും മാത്രം. അമ്മ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇന്ന ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ പറയട്ടെ. എന്നിട്ട് ഒരാൾ വരിക പറയാട്ടോ, അവിടെ അടുത്തൊരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കോട്ടയ്ക്കലേക്ക്. നമുക്ക് ഓർജപ്പം പോയാലോ, അങ്ങോട്ട് പോകണ്ടല്ലോ, മീൻസ് കോഴിക്കോട് ബീച്ചിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ, നമുക്ക് ഇയാളുടെ അപ്പം വീട്ടിൽ പോവല്ലേ. ഞാൻ എന്താ അമ്മേനോട് പറയണ്ടേ. സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് മീൻസ് പോരാലോ, നേരെ വഴുകുന്നുണ്ട്. ഞാൻ കുറെ കരഞ്ഞു, കാരണം ഈ അമ്മനെ ചതിക്കും, സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. ഇതെന്തത് വെള്ളം നനയാൻ വയ്യ. എന്തായാലും വന്ന സ്ഥിതിക്ക് എൻ്റെ പേരേതാ. ആര്യ എന്താ വിചാരിച്ച ഞാൻ നനഞ്ഞു. ഈ വേറെ എന്തൊക്കെയാ വിളിക്കാൻ വരുന്നുണ്ട് കടലിനെ. ഈ ഗാർഡൻ എന്നെ കാണിക്കാന്ന് പറഞ്ഞേ. ഇതാണ് നിങ്ങളെ മനസ്സ് ശാന്താവുന്ന സ്ഥലം. അതാ വാർത്തിറങ്ങിയ പോരെ. വീടിന്റെ തൊട്ട ഫ്രണ്ടില് പാടാ. കടഞ്ഞ കട കാണിക്കാൻ. ഇതാണ് MC ഗാർഡൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവര് പറയണേ, അത് അമ്മ പറയണേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി, സൂപ്പർ. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ സ്ഥലമാണ്. ചാർജില്ല ഫോണില്. ഇത് എപ്പോഴും സ്വിച്ച് ഓഫ് ആവാന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല രസമുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ കഴിഞ്ഞതിന് ശേഷം ആ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ആയി. പിന്നെ എനിക്കൊരു വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എനിക്ക് അവിടുന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടി കേട്ടോ. ഈ പറയേണ്ട കാര്യമാണ്. അതായത് കടപ്പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് എന്താ ഒരു 2-3 ചേട്ടന്മാർ ഞാൻ ഓരോന്തോ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ്. ചേട്ടന്മാരെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹംസ എന്നാണ് ആറ്റിൻ്റെ പേര്. അപ്പോൾ ഓരോക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. മെയിനായിട്ട് പറയേണ്ടത്, എനിക്കിപ്പോഴും മടിയാണ് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ. ഭയങ്കര മടിയാണ്, തീരെ പരിചയമില്ലാത്ത ആൾക്കാർ. പക്ഷേ ഇന്ന് ഞാൻ അതും എൻ്റെ ആ ചമ്മലങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇനി ഞാൻ ആ ചമ്മലം മാറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വീട്ടിൽ പോയി. അവരായിട്ട് വലിയ മീൻസ് ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരോ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നവരൊന്നല്ല. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എനിക്ക് അവിടുന്ന് ആദ്യം വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അങ്ങോട്ട് സെറ്റായി. പിന്നെ അവിടെ ചേട്ടനെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊക്കെ. അപ്പം ഞാൻ ഡബിൾ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഡേ. എനിക്ക് 2-3 സബ്സ്ക്രൈബേഴ്സ് കൂടിയ ഡേ ആണ്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വേറൊരു വ്ളോഗുമായിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും.